നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാവ് സി.കെ. പത്മനാഭൻ ബി.ജെ.പിയിലേക്ക് പുതുതായി വരുന്നവരെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉയർത്തിയ തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. ഏതായാലും സി കെ പത്മനാഭന് പത്മജിയോട് എന്തോ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ പുതിയതായി വരുന്നവരോട് അധികാരമോഹികളാണ് എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ പല രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പുതിയതായി വരുന്നവർക്ക് ബി.ജെ.പി. പോലൊരു പ്രസ്ഥാനത്തിലെത്തുമ്പോൾ ശരിയാണ് സി കെ പത്മനാഭൻ പറഞ്ഞത്, ഇത്തരത്തിൽ പെട്ടെന്ന് വരുന്നവർക്ക് അധികാരം കയ്യേറാനുള്ള അവസരം നൽകുമ്പോൾ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ബി.ജെ.പിക്ക് പ്രത്യേകിച്ച് ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്. ആ സംഘടനാ സംവിധാനം എന്തെന്ന് പഠിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. എങ്ങനെയാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നതിനെ സംബന്ധിച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതകളില്ല. പൊട്ടൻ ആനയെ കാണുന്ന പോലെയാണ് പുറത്തു നിൽക്കുന്നവർ ബി.ജെ.പി. എന്ന് പറയുന്ന അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തെ, സംഘപരിവാർ സംഘടനകളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ. നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം ഇക്കാര്യത്തിൽ വലിയ അജ്ഞതയുണ്ട്. പലപ്പോഴും അത്തരം കാര്യങ്ങൾ വാർത്തകളായി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. എന്താണ് പ്രചാരകന്മാരെന്ന അടക്കമുള്ള കാര്യങ്ങൾ, പ്രചാരകന്മാർ ഏത് രീതിയിലാണ് ബി.ജെ.പിയെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഏത് തരത്തിലാണ് ബി.ജെ.പിയുടെ പ്രവർത്തന ശൈലി, ബി.ജെ.പിക്ക് എന്താണ് RSSുമായുള്ള ബന്ധം, എങ്ങനെയാണ് അവർ തമ്മിൽ ഉള്ള പ്രവർത്തന രീതിയിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ്. സത്യത്തിൽ ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നവർക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് തന്നെ നൽകേണ്ടതുണ്ട്. അത് സി കെ പത്മനാഭൻ അങ്ങനെ ഒരു വാദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്. അത്തരത്തിലുള്ളവരെ എന്താണ് പാർട്ടി എന്ന് പഠിപ്പിച്ച ശേഷം മാത്രമേ അവർക്ക് അധികാരം കൊടുക്കാവൂ, അല്ലെങ്കിൽ ഗുണത്തെക്കാൾ ഉപരി പിന്നീട് ദോഷമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായിരിക്കാം ഒരുപക്ഷെ സി കെ പത്മനാഭൻ പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു വെച്ചതും. ഏതായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്, പത്മജ വേണുഗോപാലിനോട് അദ്ദേഹത്തിന് ഒരു ദേഷ്യവുമില്ല, അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന തരത്തിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൂടി ബി.ജെ.പിയിലേക്ക് വന്നാൽ നിലവിലെ പട്ടികയ്ക്ക് പൂർണ്ണത വരുമെന്നാണ് ബി.ജെ.പി. ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറയുന്നത്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പകരം അധികാര രാഷ്ട്രീയം പാർട്ടിയിൽ വളർന്നു വരികയാണെന്ന് കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭൻ പറഞ്ഞിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. A.K. ആന്റണിയുടെ മകൻ വന്നു, ലീഡർ K. കരുണാകരന്റെ മകൾ വന്നു, ഇനി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടി എത്തണം. അത് സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ്. ഈ പോക്ക് പോയാൽ അതിന് സാധ്യതയില്ലേ എന്ന് ചോദിച്ച പത്മനാഭൻ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗമാണ് മുന്നിലുള്ളതെന്നും അറിയിച്ചു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് സി കെ പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞത്. പത്മജിയോട് തനിക്ക് യാതൊരു നീരസവുമില്ല, ലീഡറുമായി നല്ല ബന്ധം, തനിക്ക് നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. K. കരുണാകരന്റെ പാർട്ടിയിൽ നേരിട്ട ചതികളെ കുറിച്ചൊക്കെ തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും പത്മനാഭൻ പറഞ്ഞു. ഏതായാലും സി കെ പത്മനാഭൻ പറഞ്ഞത്, സി കെ പത്മനാഭൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള മാർഗം തേടുകയാണെന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ CPM-ൽ നിന്ന് ഒരു പക്ഷേ ബി.ജെ.പിയിലേക്ക് വന്നാൽ എളുപ്പമായിരിക്കും. കാരണം രണ്ടിനും കേഡർ സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേഡർ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു പക്ഷേ CPM-കാരന് സാധിച്ചേക്കും. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആൾക്കൂട്ടമാണ്, ആരെയും എന്തും പറയാം. ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മതേതരത്വ മൂല്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ നമുക്കറിയാം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ ഹിന്ദുക്കളെ ഉന്മൂലനാശനം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എന്തും പറയാവുന്ന ഒരു സംവിധാനം, ഏത് നേതാക്കന്മാർക്കെതിരെയും പൊട്ടിത്തെറിക്കാവുന്ന സംവിധാനം, അങ്ങനെ ഒരു പ്രത്യേക സംഘടനാ സംവിധാനത്തിൻ്റെ ഒന്നും ഒരു പിൻബലത്തിലല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കോൺഗ്രസിൽ ആരെയും എന്തും പറയാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളില്ല. പക്ഷേ ബി.ജെ.പിയിൽ വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ പറയാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അത് എന്താണെന്ന് ഈ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. അധികാര രാഷ്ട്രീയം മാത്രമല്ല, സംഘടനയെക്കുറിച്ച് കൂടി പഠിച്ചാൽ മാത്രമേ മുമ്പോട്ട് അവിടെ നിന്ന് വരുന്നവർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ സി കെ പത്മനാഭൻ ചൂണ്ടിക്കാട്ടിയത്.